ശരിക്കും ഉപയോഗിക്കുകയാണെങ്കിൽ 1500 പൗണ്ട്സ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ നമ്മുടെ സ്കള്ള് പൊട്ടാനായിട്ട് 8 പൗണ്ട് മതി. ഇത് പല രാജ്യങ്ങളും ബാൻഡാണ്. ഇറ്റ്സ് എ വെരി ഡേഞ്ചറസ് വെപ്പൺ ഡെവലപ്ഡ് ബൈ ചൈനീസ് പീപ്പിൾ. ഓക്കെ, ഈ ബാബു അനിൽ സാറിന്റെ വീഡിയോ ഫസ്റ്റ് തന്നെ കാണിച്ച് മറ്റൊന്നും വേണ്ടല്ലോ. നിങ്ങളിപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവും, ഞാൻ അതിനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുന്നൊന്നുമില്ല. ഷഹബാസിന്റെ ഒരു കൊലപാതകം, അതായത് താമരശ്ശേരിയിൽ സുഹൃത്തുക്കൾ ചേർന്നിട്ട് നെഞ്ചൊക്കെ കൊണ്ട് വളരെ എന്താ പറയാ ക്രൂരതയോട് കൂടിയിട്ട് അടിച്ചെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ആ ഒരു നെഞ്ചക്കിന്റെ അടിയാകാം തലയോട്ടി പൊട്ടിയത്. ഈ ഒരു ചെവിന്റെ ഭാഗത്തു നിന്നാണ് സ്കള്ള് പൊട്ടിയിട്ടുള്ളതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ബാബു ആന്റണി സാർ തന്നെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ സീക്രട്ട് ഏജന്റില് അവരൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. നല്ല ഈ നെഞ്ചൊക്കെ വെച്ചൊക്കെ അടിച്ച് ഞാൻ കേട്ടു ഈ കുട്ടികള് ഇവര് മാർഷൽ ആർട്സ് ട്രെയിനിങ് എടുത്തവരാണോ ഒക്കെ അന്വേഷിക്കണം പോലീസ്. ഇവർക്ക് ആരാണ് ഈ നെഞ്ചൊക്കെ ഉപയോഗിച്ചത്? യൂട്യൂബ് കണ്ടിട്ട് ഇനി പഠിച്ചതാണോ എന്നറിയില്ല. ഇനിയിപ്പോ ഈ ഒരു നെഞ്ചക്ക് കൊണ്ട് അടിച്ച ആ ഒരുത്തുണ്ടല്ലോ, ആ ഒരു പരമാറി, അവൻക്ക് ഈ നെഞ്ചക്കുമായിട്ട്, അതായത് നെഞ്ചക്ക് കൊണ്ടുള്ള കൂടുതൽ പരിശീലനം കിട്ടിയിരിക്കണോ അല്ലെങ്കിൽ അതിനെ കുറിച്ചിട്ടുള്ള എന്തെങ്കിലും വേറെ എന്തെങ്കിലും ആയോധനകളൊക്കെ പഠിച്ചിക്കണോ എന്നുള്ളത് തീർച്ചയായിട്ടും അന്വേഷിക്കണം എന്നുള്ളത് വളരെ ശരിയായ കാര്യമാണ്. കാരണം ബാബു അനിൽ സാർ പറയുന്നുണ്ട്, ഇത് ഉപയോഗിക്കാൻ അറിയുന്നവർക്ക് 1500, അതായത് 1500 പൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ആ ഒരു ഒറ്റ വീശൽ തന്നെ. അത്രയും ഡേഞ്ചറസ് വെപ്പണാണ് നെഞ്ചക്ക് എന്നുള്ളത്. അപ്പോൾ ഒരു 8 പൗണ്ട്, അതായത് അതിന്റെ ഏകദേശം അത്രയും മൈനസ് ചെയ്തിട്ട് 8 പൗണ്ട് മാത്രം മതി നമ്മളെ സ്കള്ള് പൊട്ടാനെന്ന് പറയുന്നത്. അപ്പൊ ആ നെഞ്ച കൊണ്ടുള്ള പരിശീലനം കൂടുതലായിട്ട് ലഭിച്ചവർക്ക് അങ്ങനെ എന്താ പറയുക, ആ ഒരൊറ്റ വീശലിന് തന്നെ അത്രയും 1000 പൗണ്ട്സ് ആ ഒരു വീശലിന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമെന്നാണ് ബാബു അനിൽ സാർ പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ ആദ്യം തന്നെ കാണിച്ചത്. 5 വിദ്യാർത്ഥികളെ കെയർ ഹോമിലേക്ക് അയച്ചു, പരീക്ഷ എഴുതാൻ അവസരം നൽകും. ഒരിക്കലും അവസരം നൽകിയത് എന്തിനു പരീക്ഷ എഴുതണം? ഇങ്ങനത്തെ ക്രിമിനലുകളൊക്കെ വളർത്തിയിട്ട് എന്ത് കാര്യമാണ് ഇവര്? എന്താ പറയാ, ഇപ്പൊ എല്ലായിടത്തും എല്ലാ കോളേജിലും അങ്ങനെ എന്താ ആർട്സിനും അതിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അടി ഉണ്ടാവും. പക്ഷെ ഇത് ആസൂത്രിതമായിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നുണ്ട് കൊലപാതകം ചെയ്യാൻ വേണ്ടിയിട്ട്. എന്താ പറയാ, യാതൊരു വിധ എന്താ പറയാ, ഒരു മർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുക, ആസൂത്രിതമായിട്ട് കൊലപാതകം ചെയ്യുക. എന്താ പറയുക, ഒരു നായനെ ഇതിനൊക്കെ അടിച്ചു ഓടിക്കണ പോലെയൊക്കെയാണ് ഒരാളെ കൊല്ലണ്. ഒരു ഉറുമ്പിനൊക്കെ കുതിരൊക്കെ അടിച്ചു കൊല്ലണ വരെ മനുഷ്യന്മാരെ അടിച്ചാണ്ട് കൊല്ലുന്നെ. ഫുള്ള് ആ കൊല്ലണ്, എന്തേലും തൊട്ടേനും പിടിച്ചിന് കൊല്ലുക. ഇത് ആദ്യം എന്താ വെച്ചാല്, ഒന്നാമത് കേരളത്തില് ഇത് കൂടി വരികയാണ്, സിമ്പിളായിട്ട് ഊരിപ്പോരുന്നുണ്ട്. അതായത് നിയമം എവിഡൻസ് ഇല്ല, അങ്ങനെയായിരുന്നു ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് സിമ്പിളായിട്ട് ഊരിപ്പോരും. പിന്നെ എങ്ങനെ അടുത്ത ആളെ കൊല്ലും, പിന്നെ ഇങ്ങനെ കൊന്നുകൊണ്ടേയിരിക്കും. മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ലോകാവസാനത്തിന്റെ അടയാളാണ്. അതെന്ന് വെച്ചാല് എന്തിനാണ് കൊല്ലുന്നതെന്നോ കൊല്ലുന്നവന് ഞാൻ എന്തിനാണ് കൊല്ലപ്പെട്ടതെന്നോ അറിയുകയില്ലെന്നാ. അതുപോലെ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട് ഈ ഒരു ഇതിനെ കുറിച്ച് പറയുന്നത്. എനിക്കത് എന്താ പറയാ, കരച്ചിലല്ല, ഭയങ്കരമായിട്ടൊരു സങ്കടമായിരുന്നു. അത് ഇടക്കിടക്ക് ഇങ്ങനെ മനസ്സിലിങ്ങനെ എന്താ പറയാ, ഭക്ഷണം കഴിച്ച് തേട്ടുന്നത് പോലെ ഇടക്കിടക്ക് ഇങ്ങനെ അവന്റെ സുഹൃത്ത് പറയുന്ന ആ ഒരു കാര്യമാണ് മനസ്സിലേക്ക് ഇങ്ങനെ വരുന്നത്. വല്ലാത്തൊരു എന്താ പറയാ, സഹിക്കാൻ പറ്റാത്ത. ആൾക്കൂട്ടം ചേർന്ന് ചെയ്യുമ്പോൾ കുഴപ്പമില്ല, അല്ലെങ്കിൽ നിയമത്തിന്റെ കണ്ണിൽ നിന്ന് രക്ഷപ്പെടാമെന്നൊക്കെ പറയുകയും ചെയ്യുന്നു. അതുകൊണ്ട് അത്തരം കാര്യങ്ങളെപ്പറ്റി നമുക്കിപ്പോഴും വ്യക്തതയില്ല. ഇപ്പം ഷഹബാസിന്റെ കൂട്ടുകാർ തന്നെയുണ്ട്. അങ്ങനെ നേരത്തെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ആരെങ്കിലുമായിട്ട് ഉണ്ടായിട്ടുണ്ടോ? നിങ്ങളൊക്കെ അറിഞ്ഞ എന്തെങ്കിലും പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ടോ? ഒന്നും പറഞ്ഞില്ല. എല്ലായിടത്തും പോകുമ്പോ ഞാൻ വിളിക്കാറുണ്ട്, ഇനി മാത്രം വിളിച്ചില്ല. എനിക്കിതൊന്നും കൂടുതൽ കാണാനില്ല. ആക്ച്വലി എൻ്റെ ഫ്രണ്ട് വളരെ എന്താ പറയാ, വളരെ ഇമോഷണൽ ആയിട്ടാണ് അത് പറയുന്നത്. എല്ലായിടത്തും പോകുമ്പോൾ എന്നെ വിളിക്കും, ഇതിന് മാത്രം എന്നെ വിളിച്ചില്ല. എന്താ പറയാ, ഞാൻ അങ്ങനത്തെ ഒന്നും കൂടുതൽ കാണൂല. ഈ കരച്ചിലും വീഴ്ചയിലും കാണുമ്പോൾ ഭയങ്കര എനിക്ക് കരച്ചിലല്ലേ വരിക, എനിക്ക് മനസ്സിൽ വല്ലാത്തൊരു സങ്കടം വരിക. പിന്നെ അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അങ്ങനത്തെ കാര്യങ്ങളൊന്നും അധികം ഈ കരച്ചിലും ഇങ്ങനത്തെ ഇമോഷണൽ ആയിട്ടുള്ളതൊന്നും നോക്കലില്ല. എന്താ ചെയ്യാ, ഈ ന്യൂസിന്റെ എല്ലാം ഇതിപ്പോ തിരുവനന്തപുരം മർഡർ കഴിഞ്ഞിട്ട് ഇതൊക്കെ കേട്ടിട്ടാണ് ഇവരിത് ഈ ഗ്രൂപ്പൊക്കെ എന്താ പറയാ ക്രിയേറ്റ് ചെയ്തിട്ട് ഈ കൊലപാതകം ചെയ്യാനുള്ള ആസൂത്രണം ചെയ്തത്. അപ്പൊ നോക്കിങ്ങള്, ഇത്
പ്രവാചകൻ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ലോകാവസാനത്തിന്റെ അടയാളമാണ്. ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്.